ദമ്മാം ഗ്ലോബൽ സിറ്റിയുടെ ആദ്യഘട്ടം ഈ ആഴ്ച പ്രവർത്തനം ആരംഭിക്കും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളുടെ പവലിയനുകളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. പ്രവിശ്യ ഗവർണർ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിനോദവും ടൂറിസവും ലക്ഷ്യമിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ദമ്മാമിലെ ഏറ്റവും വലിയ വിനോദ നഗരം ഗ്ലോബൽ സിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നു. ഗ്ലോബൽ സിറ്റിയുടെ ആദ്യഘട്ടം ഈ ആഴ്ച സന്ദർശകർക്കായി തുറക്കും. സിറ്റിയുടെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. പദ്ധതി പ്രവിശ്യ ഗവർണർ നായിഫ് ബിൻ സൗദ് രാജകുമാരൻ രാജ്യത്തിന് സമർപ്പിക്കും. ആറു ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിനോദത്തിനും നിക്ഷേപത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് സംരംഭം. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള സന്ദർശകരെയും നിക്ഷേപകരെയും ആകർഷിക്കുകയാണ് പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ, കലകൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ ഇവിടെ നേരിട്ട് അനുഭവിക്കാനാകും. പദ്ധതി പ്രദേശത്തിന്റെ സാമ്പത്തിക വികസനത്തിന് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നും പ്രവിശ്യ മുനിസിപ്പാലിറ്റി കണക്കുകൂട്ടുന്നു. 600 ദശലക്ഷം റിയാൽ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 200 ദശലക്ഷം റിയാലിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളുടെ പവലിയനുകൾ, 10,000 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഓപ്പൺ തിയേറ്റർ, തടാകത്തിൽ ഒഴുകുന്ന റെസ്റ്റോറന്റ്, ഇലക്ട്രോണിക്, വാട്ടർ ഗെയിമുകൾ എന്നിവ ആദ്യഘട്ട പദ്ധതിയുടെ ഭാഗമാണ്. നിരവധി തൊഴിലവസരങ്ങളും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ദമ്മാം ഖത്തീഫ് റോഡിൽ കോർണിഷ് ഏരിയയിൽ സെയ്ഹാത്ത് തടാകത്തോട് ചേർന്നാണ് സിറ്റി ഒരുക്കിയിരിക്കുന്നത്. നൗഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം.